ചേലക്കരയിൽ ചേരുള്ള മത്സരമാണ് ഇത്തവണ നടന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. പല ബൂത്തുകളിലും ഈ അവസാന മണിക്കൂറിലും കുറച്ച് ആളുകൾ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ചേലക്കരയിൽ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങിയിരിക്കുന്നത് തളിയിലെ 7ാം ബൂത്തിൽ നിന്നാണ്. ചേട്ടാ പേര് ജാഫർ. നിങ്ങളുടെ പേര്? സലാം. ഇദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങിയത്. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഒടുവിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് കാത്തിരുന്ന ഒരാളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം വോട്ട് രേഖപ്പെടുത്തിയത് ഞാനാണെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. സാധാരണ ഈ ആദ്യം എത്താൻ വേണ്ടിയായിരുന്നു എല്ലാവരും അടികൂടുന്നത്. ഇപ്പൊ അവസാനം വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അടികൂടിയ തളിയിലെ 2 അളിയന്മാര് പൊളിയാണ്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാര്യം? എന്താ? ഒന്നുമില്ല, സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. ഒരിക്കലും ഞാൻ എന്തായാലും ഫസ്റ്റ് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ലാസ്റ്റാണ് വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അതുകൊണ്ടാണ് ഇയാളെ മുന്നേറി പളിയും പൊളിഞ്ഞു. അങ്ങനൊന്നുമില്ല കേട്ടോ. എന്തൊരു വിഷമം. അപ്പൊ കഴിഞ്ഞ തവണ ലോക്സഭയിൽ അവസാനം വോട്ട് അതെ, അത് 7:30 കഴിഞ്ഞു. അന്ന് ഇതേപോലെ തന്നെയാണ്. ഒരുപാട് വോട്ട് കൂടുതലുള്ള സ്ഥലമാണത്. അന്ന് പറഞ്ഞവരോട് 2 വോട്ട് ആക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ അതിലും കൂടുതൽ കഴിഞ്ഞ വർഷത്തിനും കൂടുതൽ എന്തായാലും വോട്ട് പ്രാവശ്യം പൊളി ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വരുമ്പോൾ ഇവിടെ കാണാമല്ലോ, മറ്റേ സ്ത്രീകൾ പിള്ളേരൊക്കെ എടുത്തിട്ടാണ് റോട്ടിൽ വെയിൽ കൊണ്ട് നിൽക്കുന്നത്. അവരോട് പറഞ്ഞിട്ട് ഒരു കൂട്ടാക്കുന്നില്ല. അടുത്ത പ്രാവശ്യം ഇതിനൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. നേരത്തെ സംസാരിച്ച പലവട്ടം പറഞ്ഞു ഞാൻ അവസാനം ചെയ്തിട്ടേ പോകുള്ളൂ. എപ്പോഴായി ചങ്ങാതി ഇടയ്ക്ക് ഗോൾ അടിച്ചത്? അനിയനാണ്, കുഴപ്പമില്ല. അദ്ദേഹം കൂടി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിടയ്ക്ക്? അതെ, 3ാമത് ലാസ്റ്റ്. അപ്പോ 1ാം സ്ഥാനക്കാരൻ, 2ാം സ്ഥാനക്കാരൻ, 3ാം സ്ഥാനക്കാരൻ, ഇവർ 3 പേരുമാണ് ഇന്ന് തളിയിലെ 7ാം നമ്പർ പോളിംഗ് ബൂത്തിൽ കാത്തുനിന്ന് ഏതാണ്ട് 2 മണിക്കൂർ, 6 മണി കഴിഞ്ഞു. 6 മണിക്ക് വോട്ട് രേഖപ്പെടുത്താനായില്ല. ഇപ്പോൾ 7:45, 8 മണിയോട് കൂടി വോട്ട് രേഖപ്പെടുത്തിയത്. ഏതായാലും വിജയിച്ചു വന്ന ഈ അവസാനം വിജയിച്ചു വന്ന 3 അളിയന്മാരെ കാണാൻ മറ്റു കുറെ അളിയന്മാരുടെ കാത്തു നിൽക്കുന്നുണ്ട്. തളിയിലെ വോട്ട് ആദ്യമൊക്കെ രേഖപ്പെടുത്തിയ ആളുകൾ. ഏതായാലും ഒരു അസൗകര്യങ്ങളുടെ നടുവിലാണ് ഈ ഒരു പോളിംഗ് ബൂത്ത് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നുള്ളതാണ്. അവിടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ഏതാണ്ട് 1504 പേർ വോട്ടർമാരായിട്ടുള്ള ഈ പോളിംഗ് ബൂത്ത് അത് 2ആയി വിഭജിക്കണമെന്നുള്ളത് കുറെ കാലമായിട്ടുള്ള അവരുടെ ആവശ്യമാണ്. പക്ഷേ അത് അടുത്ത തെരഞ്ഞെടുപ്പിലും പരിഗണിക്കണമെന്നുള്ളതാണ് അവർ ആവശ്യമായി ഉന്നയിക്കുന്നത്. ഏതായിരുന്നാലും ചേലക്കരയിലെ വോട്ടിംഗ് എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ തളിയിലാണ് അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയത്. തളിയിലെ പൊളി അളിയന്മാർക്കൊപ്പം വീഡിയോ ജേർണലിസ്റ്റ് ശരത്തിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.